ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളമാറ്റിൽ മിഥുനമാസത്തിലെ മൂലം നാളിൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി നടക്കുന്ന മത്സരം ജൂലൈ 9-ന് നടക്കും. 9 ജലരാജാക്കന്മാർക്ക് പുറമെ വെപ്പ് ഓടി വള്ളങ്ങളും മത്സരത്തിന് കൊഴുപ്പേകും. നെഹ്റു ട്രോഫി ജലോത്സവം മുന്നിൽ കണ്ട ശക്തമായ പോരാട്ടത്തിനായി അണിയറയിൽ അണിഞ്ഞൊരുങ്ങുകയാണ് പ്രമുഖ ബോട്ട് ക്ലബ്ബുകൾ. ജലമാമാങ്കത്തിന് ഇനി ഒരു മാസം തികച്ചില്ലെന്നിരിക്കെ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ജേതാവിനെ കണ്ടെത്താനുള്ള പരിശീലന മാമാങ്കമായാണ് ചമ്പക്കുളം മൂലം ജലോത്സവത്തെ പ്രമുഖ ബോട്ട് ക്ലബ്ബുകളും ചുണ്ടൻ വള്ളസമിതികളും കാണുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിന് അർഹരായുള്ള പ്രമുഖ ക്ലബ്ബുകളൊക്കെ മാസങ്ങൾക്ക് മുൻപ് വള്ളസമിതികളുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു. ക്ലബ്ബുകൾ കരാർ ഉറപ്പിച്ചതോടെ ഓരോ വള്ളങ്ങളുടെയും ന്യൂനതകളും ക്ഷതങ്ങളും ഒക്കെ മനസ്സിലാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി ഇതിനകം തന്നെ മത്സരസജ്ജമായി കഴിഞ്ഞു. പ്രമുഖ ക്ലബ്ബുകളൊക്കെ ക്ഷമതയുള്ള ജലകായിക താരങ്ങളെ കണ്ടെത്താൻ സെലക്ഷൻ ട്രയലും നടത്തിയിരുന്നു. കഴിഞ്ഞ സീസണുകളിൽ മത്സരത്തിലേർപ്പെട്ട തുഴച്ചിൽക്കാരിൽ മെച്ചമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തവരെ നീക്കി പുതിയ അംഗങ്ങളെ കണ്ടെത്തുന്നതിനായാണ് സെലക്ഷൻ ട്രയൽ സംഘടിപ്പിച്ചത്. ഇനി രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പരിശീലന തുഴച്ചിലിന്റെ നാളുകളാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ശക്തമായ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടതിനാലാണ് മത്സര തുഴച്ചിൽ വൈകാൻ കാരണമായത്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ താളം ഉയരുന്നതിനോടൊപ്പം വേഗരാജാവിനെ കണ്ടെത്തുന്നതിനുള്ള കായിക താരങ്ങളുടെ കൈക്കരുത്തും പ്രകടമാകും. വള്ളത്തിന്റെ തറകൾ മുറുക്കിയും ന്യൂനതകൾ മാറ്റിയും ചുണ്ടൻ വള്ള സമിതികൾ അടുത്ത ജലോത്സവ സീസണായി കാത്തിരിക്കുമ്പോൾ മുൻവർഷം പ്രഥമ 3 സ്ഥാനങ്ങളിൽ എത്തിയ ക്ലബ്ബുകൾ ഒന്നാമത് എത്തുന്നതിനായുള്ള അണിയറ നീക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ.